എല്ലാവർക്കും ഈസി ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിൽ നിന്നുള്ളൊരു കവിതയാണ്. നമ്മുടെ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് ടെൻഡർ ഷൂട്ട്സ് എന്നാണ്. അപ്പോൾ ഇതിന് താഴെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഒരു കോട്ട് കാണാം. വങ്കാരി മത്തായി എന്ന ഒരു ലേഡി, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, എൻവയറൺമെൻ്റലിസ്റ്റാണ്, പ്രകൃതി സംരക്ഷകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അതിനേക്കാളൊക്കെ എന്താ വെച്ചാൽ ഈ വങ്കാരി മത്തായി ആദ്യമായിട്ട് നൊബേൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ സ്ത്രീയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. നമ്മൾ ഒരു ട്രീ, മരം പ്ലാന്റ് ചെയ്യുമ്പോൾ, കുഴിച്ചിടുമ്പോൾ വി പ്ലാന്റ് ഹോപ്പ്. നമ്മളെന്താണ് പ്രതീക്ഷ നാളെ നന്നാവും, അതായത് നാളെ ഈ ലോകം മാറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മൾ കുഴിച്ചിടുന്നത്. അപ്പോൾ ഓരോ മരവും പ്രതീക്ഷയാണ് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. വങ്കാരി മത്തായിയുടെ ഈ ഒരു കോട്ട് വെച്ചുകൊണ്ടാണ് ഈ യൂണിറ്റ് നമ്മൾ കാണുന്നത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കവിത ഇതാണ്, ദ മൂൺ എന്നുള്ളത്. പക്ഷേ തൊട്ട് മുമ്പ് തന്നെ ഒരു ഇൻട്രൊഡക്ടറി ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഭയങ്കര സിമ്പിളായിട്ട് ഒരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിൻ കവിതയിലേക്ക് വരാം. 2-3 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. വായിച്ചുകൊണ്ട് നേരെ കവിതയിലേക്ക് വരാം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരുപാട് ജീവികൾ കാണാൻ പറ്റൂലേ. ഹൗ ഡു യു ഫീൽ? കാണുമ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമാണോ? ഹാപ്പിയാണോ? തീർച്ചയായിട്ടും അതെ. ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? പ്രകൃതിയെ നമുക്ക് നമ്മുടെ ഫ്രണ്ടായിട്ട് കണ്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത്. പ്രകൃതി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കാട്, മലകൾ, പുഴ, അതുപോലെ തന്നെ എല്ലാം മനോഹരമായ ഈ കാഴ്ചകൾ കണ്ട് ഒരു പ്രകൃതിയിലെ പലതരം ജീവികളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഇതിന് നമുക്ക് ഫ്രണ്ടായി കരുതിക്കൂടെ എന്നാണ്. വൈ, എന്തുകൊണ്ട്? അപ്പോൾ എന്താണ്, നമുക്ക് വി ക്യാൻ സ്പെൻഡ് അവർ ടൈം വിത്ത് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നമുക്ക് എപ്പോഴും എന്താണ് സമയം ചെലവഴിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ലൈക്ക് വൈസ് വി ക്യാൻ സ്പെൻഡ് അവേഴ്സ് വിത്ത് നേച്ചർ. നമുക്ക് മണിക്കൂറുകളോളം എന്താണ് പ്രകൃതിയായിട്ട് എന്താണ് ചെലവഴിക്കാൻ കഴിയും. അതുകൊണ്ട് പ്രകൃതി നമുക്കൊരു ഫ്രണ്ടായിട്ട് കാണാം അല്ലേ. സോ കവിത ഇവിടെ ഒരു കൊച്ചു കവിത കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് വായിക്കാം. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് ഈസ് സിംഗിങ് എ സോങ്. കണ്ടോ, ഈ ഒരു ബോയ് വളരെ ഹാപ്പിയാണ്, അതുകൊണ്ട് അവനൊരു പാട്ടുപാട്ടാണ്. ഏതാണ് പാട്ട്? സിമ്പിൾ കേട്ടോ. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ എല്ലാവർക്കും അറിയാം അല്ലേ. ചിത്രശലഭം, പൂമ്പാറ്റ. ഹലോ ചെറിയ പൂമ്പാറ്റയെ പാടണം, കുഞ്ഞി പൂമ്പാറ്റയെന്ന് പാടണം. കം ആൻഡ് പ്ലേ വിത്ത് മീ. വാ, വന്ന് എൻ്റെ കൂടെ കളിക്ക്. ദ ഡേ ഈസ് ബ്രൈറ്റ്. നല്ല വെളിച്ചമുള്ള ദിവസം എന്ന് വെച്ചാൽ മഴയൊന്നും ഇല്ലാത്ത ദിവസം. ദ സ്കൈ ഈസ് ബ്ലൂ. ആകാശം നല്ല നീല കളറിലാണ്. കം ആൻഡ് സിങ് വിത്ത് മീ. വാ, എൻ്റെ കൂടെ വന്ന് പാട്ട് പാടും. ഇനി അടുത്ത ആൾ വിളിക്കുകയാണ്. ഹേയ് ലിറ്റിൽ ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ പുൽച്ചാടിയാണ് കേട്ടോ. ഈ ചിത്രത്തിൽ കാണാൻ പറ്റും വലതേ ഭാഗത്ത്, കണ്ടോ ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി. പിന്നെ പുൽച്ചാടിയെ വിളിക്കുന്നത്. കം ആൻഡ് ഡാൻസ് വിത്ത് മീ. വരൂ, എൻ്റെ കൂടെ ഡാൻസ് ചെയ്യൂ. ഫ്രണ്ട്സ് വി ഹാവ് ഓൾ അറൗണ്ട്. നമുക്ക് ചുറ്റും. ഓൾ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. നമുക്ക് ചുറ്റും എന്താണ്? ഫ്രണ്ട്സ് ഉണ്ട്. വി ഹാവ്, നമുക്കുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നെവർ ഫീൽ അഫ്രൈഡ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഓക്കെ. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. അപ്പോൾ ഇനി ടീച്ചറൊപ്പം ഇരുന്ന് പാടാനാണ് പറയുന്നത്. ഓക്കെ, അത് സ്കൂളിൽ നിന്ന് പാടിയാൽ മതി കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ, പലതരം ജീവികളാണ് ഈ പിക്ചറിലുള്ളത്. അപ്പോൾ ഇതിൽ കൊടുക്കുന്നൊരു സന്ദേശം, മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഭയങ്കര ഐക്യത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യനും മറ്റു ജീവജാലങ്ങളായിട്ട് വളരെ ഐക്യത്തിൽ ജീവിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കവിതയിലേക്ക് വരാം. ദ മൂൺ. ഇത് എഴുതിയിട്ടുള്ളത് R.L. സ്റ്റീവൻസൺ ആണ് കേട്ടോ. ഓതറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വായിക്കുന്നില്ല. സ്കോട്ടിഷ് റൈറ്ററാണ് ഇദ്ദേഹം. ഓക്കെ, നമുക്ക് അത്ര ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരെ കവിതയിലേക്ക് വരാം. ദ മൂൺ. അപ്പോൾ നോക്കാം. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനെ കുറിച്ചാണ് പറയുന്നത്. ചന്ദ്രൻ വരുമ്പോൾ രാത്രി സമയത്താണ് ചന്ദ്രൻ വരിക. അപ്പോൾ കാണുന്ന ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. നമ്മുടെ ഹോള്, വീട്ടിലെ ഹോളിൽ ക്ലോക്ക് തൂക്കിയിട്ടുണ്ടാവും, അതേപോലെയുള്ള ഫേസാണ് മൂണിനുള്ളത്.
സോ ഇവിടെ ഒന്നാമത്തെ വരിയിൽ തന്നെ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. സിമിലി എന്ന് അതിന് പറയാം കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹയർ ക്ലാസ്സിൽ പഠിക്കാം. സിമിലി എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാം. ഒരു പരസ്പരം നമ്മൾ നോക്കുമ്പോൾ, ഒറ്റയടിക്ക് നോക്കുമ്പം സാദൃശ്യം ഇല്ലാന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളെ വെച്ചിട്ട് അത് ലൈക്കോ ആസ്, ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നീ വേർഡിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് കമ്പയർ ചെയ്താൽ അതിനെ സിമിലി എന്ന് വിളിക്കും. ഇവിടെ നോക്ക്, മൂൺ ചന്ദ്രനെ ക്ലോക്കുമായിട്ട് കമ്പയർ ചെയ്യാണ്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല അല്ലേ. ക്ലോക്കും ചന്ദ്രനും എന്തെങ്കിലും ബന്ധം കാണുമ്പോൾ നമുക്കില്ല. പക്ഷേ ഇങ്ങനെ പരസ്പരം സാദൃശ്യം തോന്നാത്ത രണ്ട് കാര്യങ്ങളെ ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്യുമ്പം അതിനെ സിമിലി എന്ന് വിളിക്കും. സോ ഫസ്റ്റ് ലൈനിൽ എന്തുണ്ട്? സിമിലി ഉണ്ട്. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. അപ്പം മൂണിൻ്റെ ഒരു മുഖമുണ്ട്, ഏതുപോലെ? ഹോളിൽ വെച്ച ക്ലോക്ക് പോലെ. ഇനി ഷീ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. ഗാർഡൻ വാളിലൊക്കെ കയറുന്ന തീവ്സിൻ്റെ ശരീരത്തിലേക്ക് ഷൈൻ ചെയ്യും, അതിൻ്റെ പ്രകാശം അടിക്കും, പ്രകാശം പതിക്കും. നല്ല പൂർണ്ണചന്ദ്രനാകുമ്പോൾ നമുക്കറിയാം നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ പുറത്തിറങ്ങിയാലും വെളിച്ചമൊക്കെ ഉണ്ടാവും അല്ലേ, നമുക്ക് ടോർച്ചിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ ചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞിരിക്കുമ്പോൾ വല്ല കള്ളന്മാരൊക്കെ വന്നിട്ട് ഗാർഡൻ വാളിലൂടെ കയറിയാൽ കാണാൻ പറ്റും. ഇനിയോ ഓൺ സ്ട്രീറ്റ്സിലാവുമ്പോൾ സ്ട്രീറ്റ്സിൽ എന്തുണ്ടാകും? നമുക്ക് വെളിച്ചം കാണാം. സ്ട്രീറ്റ്സിനെ ഇരുട്ടിൽ കാണാൻ പറ്റും മൂണിൻ്റെ പ്രകാശം കൊണ്ട്. ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാടാണ്, പാടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹാർബർ കീസ്. ഹാർബർ എന്ന് പറഞ്ഞാൽ ഈ തുറമുഖമാണ്, കപ്പലും ബോട്ടൊക്കെ അടുപ്പിക്കുന്ന സ്ഥലമല്ലേ തുറമുഖം, അതാണ്. അവിടെ വേർഡ് കണ്ടോ? QUAYS. ക്വേ എന്ന് വായിക്കരുത്, തെറ്റാണ്. കീ എന്നാണ് ഉച്ചാരണം. അതെ, കീസ്. ഇപ്പോൾ കീസ് എന്ന് പറഞ്ഞാൽ അതിന് മീനിങ് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. നോക്ക്, ഇവിടെ കൊടുത്ത വേർഡ്സിൽ 1 2 3 ഫോർത്ത് വൺ നോക്ക്, കീ എന്നാണ് വായിക്കാം. എ മെറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ലോഡിങ് ആൻഡ് അൺലോഡിങ് ഷിപ്പ്. അതായത് തീരത്ത് ഈ ബോട്ട് അടുപ്പിച്ചിട്ട് അതിനെ കെട്ടിയിടാനും അതുപോലെ തന്നെ ഈ ബോട്ടിൽ നിന്നും സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്ലേസ്, ആ സ്ഥലത്തെയാണ് കീ എന്ന് വിളിക്കുന്നത് കേട്ടോ. സോ പിന്നെ ഈ തുറമുഖത്ത് കീ, ഹാർബറിൽ കീയിൽ ഉള്ള അവിടെയൊക്കെ എന്താണ് ഈ പ്രകാശം കാണും. അപ്പോൾ രാത്രിയിൽ ചന്ദ്രൻ്റെ ശോഭ കൊണ്ട് നമുക്കിതെല്ലാം കാണാൻ പറ്റും. ആൻഡ് ബേർഡീസ് എന്ന് പറഞ്ഞാൽ ബേർഡ്സിനെ കേട്ടോ, ചെറിയ കുട്ടികൾ ബേർഡ്സിനെ വിളിക്കുന്ന പേരാണ് ബേർഡീസ്. ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ഇപ്പോൾ പക്ഷികളൊക്കെ ഉറങ്ങുകയാണ്. ട്രീയുടെ ഫോർക്ക്. എന്താണ് ട്രീയുടെ ഫോർക്ക്? നമ്മുടെ ട്രീ എങ്ങനെയാണ് പിന്നെ താഴെ നിന്ന് ഇങ്ങനെ വളർന്നിട്ട് പിന്നെ രണ്ടാവില്ല മുകളിൽ, ആ രണ്ടായി നിൽക്കുന്ന ഭാഗമാണ് ഫോർക്ക് എന്നുള്ള ഉദ്ദേശിച്ചത്. സോ ഇതാണ് ആൻഡ് ബേർഡീസ് അസ്ലീപ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. അപ്പോൾ ഇതിൻ്റെ റൈം സ്കീം AABB എന്നാണ് കേട്ടോ. റൈം സ്കീം എന്താണ്? AABB. ഇനി റൈമിങ് വേർഡ്സ് ആണെങ്കിലോ ഹോൾ വോൾ കണ്ടോ, റൈമിങ് വരുന്നില്ലേ? ഹോൾ വോൾ റൈമിങ്, അത് റൈമിങ് വേർഡ്സ് ആണ്. അതുപോലെ തന്നെ കീസ്, ട്രീസ് മറ്റ് രണ്ട് റൈമിങ് വേർഡ്സ്. ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് വരാം. ദ സ്കോളിംഗ് ക്യാറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം എന്താണ് കൊടുത്തിട്ടുള്ളത്. സ്കോൾ എന്ന് പറഞ്ഞാൽ ക്രൈ നോയിസ്ലി, ഉറക്കെ കരയുക. അപ്പോൾ ഉറക്കെ കരയുന്ന കാറ്റ്സ്, രാത്രി സമയത്ത് ഇവരൊക്കെ പുറത്തിറങ്ങും അല്ലേ, അതാണ് പറഞ്ഞത്. സ്കോളിംഗ് ക്യാറ്റ് ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസും രാത്രി പുറത്തിറങ്ങും. അപ്പോൾ സ്ക്വീക്കിംഗ് എന്നാണ് ശബ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എങ്ങനത്തെ ശബ്ദമാണ് സ്ക്വീക്ക് എന്ന് പറഞ്ഞാൽ? ഏറ്റവും താഴത്തെ വേർഡ് നോക്ക്, മേക്ക് എ ഹൈ പിച്ച്ഡ് സൗണ്ട് ഓർ ക്രൈ, കാതടപ്പിക്കുന്ന നല്ല ഹൈ പിച്ചുള്ള സൗണ്ട്, അതാണ് സ്ക്വീക്ക്. അപ്പോൾ ഇവിടെ രണ്ടും, ഇവിടെ സ്കോൾ എന്ന് പറഞ്ഞാലും സ്ക്വീക്ക് എന്ന് പറഞ്ഞാലും സൗണ്ട് തന്നെയാണ്, പക്ഷെ രണ്ട് തരത്തിലുള്ള ശബ്ദം എന്ന് മാത്രം. സോ സ്കോളിംഗ് ക്യാറ്റും സ്ക്വീക്കിംഗ് മൗസും ഒക്കെ രാത്രി പുറത്തിറങ്ങും. ദ ഹൗളിംഗ് ഡോഗ്, രാത്രിയിൽ ഇങ്ങനെ നായകൾ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കൂല, ഒരു തരം കുര, അതാണ് ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഹൗളിംഗ് ഡോഗ്, നായകളും കുരക്കും. അപ്പോൾ പൂച്ചയും മൗസും ഡോഗും ഒക്കെ എന്താണ് സൗണ്ട് ഉണ്ടാക്കും. ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, വീടിൻ്റെ ഡോറിൻ്റെ അരികിൽ നിന്നുകൊണ്ട്. അപ്പോൾ രാത്രി ഭയങ്കര ക്വയറ്റാണ്, പക്ഷേ ഈ ക്വയറ്റ്നെസ്സിനെ, ഈ ശാന്തതയെ ഇല്ലാതാക്കുന്ന ശബ്ദങ്ങളാണ് ഈ കേൾക്കുന്നതല്ല കേട്ടോ. ഇനി ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ, ഉച്ച സമയത്തൊക്കെ നമ്മുടെ ബാറ്റ് എന്ന് പറഞ്ഞാൽ വവ്വാലൊക്കെ എന്താ പരിപാടി? പകൽ സമയത്ത് നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ ബെഡിലാണെന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് നന്നായിട്ട് ഉറങ്ങുന്ന ഈ വവ്വാൽ എന്ത് ചെയ്യും? രാത്രി ആക്റ്റീവ് ആവും. ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, എല്ലാവരും രാത്രി ആകുമ്പോൾ പുറത്തിറങ്ങും. ഇവരൊക്കെ നോക്ടേണൽ ക്രീച്ചേഴ്സ് എന്ന് പറയാം. നോക്ടേണൽ ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ രാത്രി ഇര തേടി ഇറങ്ങുന്ന ജീവികൾ കേട്ടോ. സോ ഈ
ബാറ്റ്, അതുപോലെ തന്നെ മൗസ്, കാറ്റ്, ഇവരൊക്കെ എന്താണ് രാത്രി ആക്റ്റീവ് ആവുകയാണ്. ഓൾ ലവ് ടു ബി ഔട്ട്, അവർക്കെല്ലാം ഇഷ്ടമാണ് പുറത്ത് പോകാൻ. എപ്പോൾ? ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, മൂണിൻ്റെ ലൈറ്റ്, അതായത് രാത്രി ആവുന്ന സമയത്ത് അവർ പുറത്തു പിടിക്കാനും പറ്റും. ഇനി ബട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ കഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. ഇനി പകല് ഉറങ്ങിക്കിടന്നതൊക്കെ രാത്രി ആക്റ്റീവ് ആവും, പകൽ ആക്റ്റീവ് ആയതെല്ലാം രാത്രി കിടത്തുറങ്ങും. ബട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ, പകൽ സമയത്ത് ഉള്ളതെല്ലാം, ഓക്കെ, പകൽ സമയത്തിന് അവകാശപ്പെടാനാവുന്നതെല്ലാം, അതായത് പകൽ സമയത്ത് ആക്റ്റീവ് ആയ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കടിൽ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ നെഞ്ചോട് ചേർക്കുക എന്നാണ്, അണച്ചു കൂട്ടുക, അതൊക്കെയാണ് കഡിൽ ടു സ്ലീപ് ടു ബി ഔട്ട് ഓഫ് ഹർ വേ. അപ്പോൾ രാത്രി എന്ത് ചെയ്യും? പകൽ സമയത്ത് ആക്റ്റീവ് ആയതെല്ലാം അങ്ങോട്ട് പോയി കിടന്നുറങ്ങും. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്, പുഷ്പങ്ങളും കുട്ടികളും എല്ലാം അവരുടെ കണ്ണുകൾ അടക്കുന്നു, ഇവരൊക്കെ ഉറങ്ങുന്നു. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ വരെ. ദ സൺ ഷാൾ റൈസ്, ഇതുപോലെ സണ്ണ് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ, റൈസ് എന്ന് പറഞ്ഞാൽ ഉദിക്കുക, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ എന്താണ് എല്ലാവരും ഉറങ്ങുന്നു. സോ കവിതയിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, വളരെ ഫാസ്റ്റായിട്ട് പറയാം. മൂൺ, നമ്മുടെ ചന്ദ്രന് ഹോളിലെ ക്ലോക്കിൻ്റെ രൂപമുണ്ട്. ഇനിയോ രാത്രി സമയത്ത് ഇത് ഷൈൻ ചെയ്യുന്നു, തിളങ്ങുന്നു. ഗാർഡൻ വാളിലുള്ള കള്ളനെ ഇത് വെളിപ്പെടുത്തുന്നു, അതായത് കള്ളനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹാർബർ കീസ്, ഈ ബോട്ടൊക്കെ പിന്നെ സാധനങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്, അതൊക്കെ നമ്മൾ രാത്രിയിൽ കാണാം. അതുപോലെ തന്നെ ഫീൽഡ്, പാടങ്ങൾ കാണാൻ പറ്റും, സ്ട്രീറ്റുകൾ ഒക്കെ കാണാം. അതേപോലെ തന്നെ ഈ സമയമാകുമ്പോഴത്തേക്കും ബേർഡ്സ് എല്ലാം രാത്രി മരങ്ങളിൽ കിടന്നുറങ്ങുന്നു. ഇനി രാത്രി ആകുമ്പോഴോ കാറ്റ്, മൗസ്, ഡോഗ്, ബാറ്റ് ഇവയെല്ലാം ആക്റ്റീവ് ആവുന്നു, ശബ്ദമുണ്ടാക്കുന്നു. മാത്രമല്ല ഇവരൊക്കെ പകലുറക്കാണ്, പ്രത്യേകിച്ച് ബാറ്റ് പകലുറക്കാണ്, എന്നാൽ രാത്രി ഇവരെല്ലാം ആക്റ്റീവ് ആകുന്നു, അവർക്ക് രാത്രി സഞ്ചരിക്കാൻ ഇഷ്ടമാണ്. ഇനിയോ പകൽ സമയത്ത് എന്തെല്ലാം ആക്റ്റീവായോ, എന്തെല്ലാം പുറത്തിറങ്ങി നടന്നോ അതെല്ലാം രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങുന്നു. അതേസമയം പകൽ സമയത്ത് ആക്റ്റീവായിരുന്ന ഫ്ലവേഴ്സും ചിൽഡ്രനും ഒക്കെ എന്താണ് രാത്രി അവർ കിടന്നുറങ്ങുന്നു, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണത്. സോ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ലെസണുമായിട്ട് നമുക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം കേട്ടോ, കൂടുതൽ ലെസൺസ് ഈ ചാനൽ ലഭ്യമാണ്. 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ലെസൺസ് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. +2 വരെയുള്ള എല്ലാ ക്ലാസ്സും ഇവിടെ സെറ്റാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.